നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ സാഖ്യയോഗത്തിൻ്റെ ശ്ലോകം കഴിഞ്ഞ ദിവസം നാം 47-ാം ശ്ലോകം വരെയാണ് ശ്രദ്ധിച്ചത്. അവിടെ ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത് നിൻ്റെ അധികാരം കർമ്മത്തിൽ തന്നെയാണ്, ഫലത്തിലല്ല എന്നും കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന, നീ ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കാൻ ശ്രമിക്കരുത് എന്നും പറഞ്ഞു നിർത്തുന്ന ഭാഗത്താണ് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച് ആ ശ്ലോകം നിർത്തിയത്. 47 നമുക്ക് അടുത്ത ശ്ലോകം ശ്രദ്ധിക്കാം. ശ്ലോകം 48. യോഗസ്ഥഗുരുകർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഹേ ധനഞ്ജയ, യോഗനിഷ്ഠനായി നീ കർമ്മമനുഷ്ഠിക്കൂ. ആസക്തി വിട്ട സിദ്ധിയിൽ ആത്മസംയമനത്തോടെയും അസിദ്ധിയിൽ നിരാശനാകാതെയും ഇരിക്കുക. സമ്പത്ത് കാലത്തും ആപത്ത് കാലത്തും മനസ്സംയമനം പാലിക്കുക. ഇങ്ങനെ രണ്ടവസ്ഥകളിലും മനസ്സ് സമമായിരിക്കുന്നതാണ് യോഗം. ആപത്ത് കാലത്തും സമ്പത്ത് കാലത്തും ഒരുപോലെ ആത്മസംയമനത്തോടെ ഇരിക്കുന്നതാണ്, അങ്ങനെ സമത്വം പാലിക്കുന്നതാണ് യോഗം എന്ന് ഭഗവാൻ പറയുന്നു. യോഗം എന്താണെന്ന് പതഞ്ജലി മുനി പറയുന്നുണ്ട്. യോഗമെന്നാൽ ചിത്തവൃത്തികളുടെ നിരോധമാകുന്നു എന്നർത്ഥം. പതഞ്ജലി മുനി പറയുന്നത് യോഗചിത്തവൃത്തി നിരോധ എന്നാണ് യോഗദർശനത്തിൽ പറയുന്നത്. യോഗമെന്നാൽ ചിത്തവൃത്തികളുടെ നിരോധം ആകുന്നു എന്നർത്ഥം. സാധാരണഗതിയിൽ മനസ്സ് ചഞ്ചലമാണ്. കാര്യങ്ങളെന്താ വെച്ചാൽ സിദ്ധികൾ നേടുമ്പോൾ അഹങ്കാരവും നഷ്ടപ്പെടുമ്പോൾ കടുത്ത നിരാശയും ഉണ്ടാകുന്നു, പ്രകടിപ്പിക്കുന്നവരാണ് സാധാരണക്കാർ. എന്നാൽ സമത്വം യോഗ ഉച്യതേ എന്നതാണ് ഗീതയുടെയും യോഗദർശനകാരൻ്റെയും ഉപദേശം. ഫലത്തിൽ ആസക്തി അഥവാ സംഘം ഉണ്ടായാൽ ആപത്തുണ്ടെന്നും അത് ത്യജിക്കണമെന്നും ഭഗവാൻ പറയുന്നു. സംഘം ത്യക്ത്വ, അത് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ വിവരിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ തുടർന്ന് വരുന്ന 60-ാം ശ്ലോകം കഴിഞ്ഞ് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ ഭഗവാൻ വിവരിക്കുന്നുണ്ട്. ഗീതയിലൊന്നും ഉടനീളം ഈ സംഘ വിവർജനത്തെ ഭഗവാൻ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. അത് വരുന്ന മുറയ്ക്ക് നമുക്ക് അതിനെപ്പറ്റി ശ്രദ്ധിക്കാം. ഇപ്പോൾ യോഗത്തിനെ പറ്റിയാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. എന്താണ് യോഗമെന്നും അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗം നിങ്ങൾക്കും മനസ്സിലാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്ന അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം കാണുവാൻ സർവേശ്വരൻ അവസരമുണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. ശുഭസുദിനം.